ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. ഒരു ചെറിയ റാൻഡം വ്ളോഗാണ്. ചെറിയ ചെറിയ വീഡിയോസൊക്കെ എല്ലാം കൂട്ടിക്കലർത്തിയിട്ട് ഒരു ചെറിയ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണേ. ഇത് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം സിനിമ റിലീസിൻ്റെ അന്ന് തന്നെ പോയി കണ്ടതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇതൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്താ പറയുക, എൻ്റെ മടിയും അലസതയും കൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാതിരുന്നത് കേട്ടോ. നമ്മൾ കാര്യവട്ടം സ്റ്റേഡിയത്തിൻ്റെ അവിടെയുള്ള സിനിമാക്സാണോ മൂവിമാക്സാണോ അവിടെയാണ് കേട്ടോ സിനിമ കാണാൻ പോയത്. അവിടെ ചെന്നപ്പോൾ എൻട്രൻസിൽ 2 പട്ടികൾ കിടക്കുന്നുണ്ട്. ആ ടൈലിൻ്റെ തണുപ്പ് പിടിച്ച് കിടക്കുകയാണെന്ന് തോന്നുന്നു. പുറത്ത് ഭയങ്കര ചൂടല്ലേ. അങ്ങനെ ഞാൻ ലിഫ്റ്റിൽ കയറി ഇപ്പോൾ ഒരു മിറർ വീഡിയോ എടുത്തതാണ്. നമ്മൾ തിയേറ്ററിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോപ്കോൺ വാങ്ങിച്ച് അകത്ത് കയറുക എന്നുള്ളതാണ്. അതിൽ ഒന്ന് പോപ്കോണൊക്കെ ഉണ്ടെങ്കിൽ ആൾ കുറച്ച് നേരം അടങ്ങി ഒതുങ്ങി ഇരുന്ന് സിനിമ കണ്ടോളും. അല്ലെങ്കിൽ സീറ്റിൽ കൂടെ ഇങ്ങനെ, സീറ്റിലല്ല, ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ ചാടി ചാടി നടക്കും. അപ്പോൾ ഇതാകുമ്പോൾ പോപ്കോൺ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ച് നേരം അവിടെ അടങ്ങിയിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ പോപ്കോണൊക്കെ വാങ്ങിച്ചുകൊണ്ട് കയറുന്നത്. പിന്നെ ഭയങ്കര ഇഷ്ടമാണ്, വാവിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോപ്കോൺ. അത് കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിലിരിക്കുന്ന പാവക്കുട്ടീനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇനി പോപ്കോണൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള നിപ്പാണ് കേട്ടോ. അങ്ങനെ പോപ്കോണൊക്കെ വാങ്ങിച്ച് നമ്മൾ സിനിമ കാണാൻ വേണ്ടി അങ്ങോട്ട് കോറിഡോറിൻ്റെ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റേഡിയം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചോ. ഇപ്പോൾ ഒരു വേലത്താണ് കേട്ടോ ഈ ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുന്നത്. ഒന്ന് ആലോചിച്ചൊക്കെ എന്തൊരു ചൂടാണ് ഇപ്പോൾ കേരളത്തിൽ, സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യവും ഈ സീറ്റിംഗ് ആണ് കേട്ടോ, റിക്ലൈനർ എന്നാണ് തോന്നുന്നു ഈ സീറ്റിങ്ങിന് പറയുന്നത്. അതാണ് ബുക്ക് ചെയ്തത്. ഇവിടെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാ മറ്റ് തിയേറ്ററുകളിലൊക്കെ പോകുമ്പോൾ ആളുകൾ അവരുടെ ആ ഒരു ഹാപ്പിനെസ് കാണിക്കുന്നത് ഇങ്ങനെ വിസിലടിച്ചും കൂവി വിളിച്ചൊക്കെ കാണിക്കുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു തിയേറ്ററൊക്കെ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും ഭയങ്കര സൈലൻ്റായിട്ടൊക്കെ ഇരുന്നിട്ടാണ് സിനിമ കാണുന്നത്. എന്തോ അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ ടോയിനെ ഞാൻ അവിടെ വെച്ചതാട്ടോ, സീറ്റിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വയ്ക്കുന്ന ഹോൾഡറിൻ്റെ ഉള്ളിൽ. ഇതാണ് സ്ക്രീനൊക്കെ കണ്ടോ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് കണ്ടോ. ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഈ സീറ്റിൽ. ഇത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ്, നാട്ടിലേക്ക് പോരുന്ന അന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ മോളെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വേണം എനിക്ക് ട്രെയിനിൽ നാട്ടിലോട്ട് പോരാനായിട്ട്. അന്നാണെങ്കിൽ ഭയങ്കര മഴ. തിരുവനന്തപുരത്ത് എന്തോന്ന് ആ ഒരു ടൈമിൽ 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്തു നിന്നു. നല്ല ഇടിയും മഴയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ഇടിയും മഴയും. അപ്പോൾ എനിക്കധികം വീഡിയോ ഒന്നും അതിൻ്റെ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ നമുക്ക് ഫോണൊക്കെ പിടിക്കാൻ ഭയങ്കര പാടല്ലേ. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അതുകഴിഞ്ഞ് പിന്നെ ട്രെയിനിൽ കയറിയിട്ടുള്ള വീഡിയോ ആണ് എടുത്തത്. ഞാനും വാവയും കൂടി മാത്രമാണ് കേട്ടോ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാ പ്രാവശ്യവും ട്രെയിനിൽ കയറുമ്പോൾ ഇതുപോലെ വാവയ്ക്ക് കളിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ കൂട്ടുകാരുണ്ടായിരിക്കും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. കാരണം അവൾക്ക് ബോറടിക്കാതിരിക്കുമല്ലോ അങ്ങനെ കുട്ടികൾ കളിക്കാനുണ്ടാവുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എൻ്റെ വീഡിയോ സ്വന്തമായിട്ടൊന്ന് എടുത്ത് ആസ്വദിച്ചു കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യവും നമുക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു ഫാമിലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ 2 കുട്ടികളായിട്ട് അവൾ ഭയങ്കര കളിയായിരുന്നു അവിടെ ഇരുന്നിട്ട്. ഈ കിൻഡർ ജോയിനുള്ളിൽ നിന്ന് കിട്ടുന്ന ടോയൊക്കെ വെച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ ടോയ്സ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അവർ ചേട്ടനും അനീത്തിയാണ് കേട്ടോ. 2 പേരും പെരുമാന്തുറ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അവർ വരുന്നത്. അവർ മലയാറ്റൂർ പള്ളിയിൽ മല കയറാൻ വേണ്ടി വന്നതാണ്. എല്ലാ വർഷവും അവർ ഈ ടൈമിൽ മലയാറ്റൂർക്ക് വരും അത്ര. അപ്പോൾ തലേദിവസം വന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം വെളുപ്പിനെ മല കയറിയിട്ട് അവർ പിന്നെ ഇവിടെ 2 ദിവസമൊക്കെ നിന്നിട്ട് അവർ തിരിച്ചു പോകും അത്ര. അങ്ങനെ അവൾ ആ ടോയിനെ എൻ്റെ അടുത്ത് തിരിച്ചു കൊണ്ടുവയ്ക്കാൻ വേണ്ടി വന്നു കേട്ടോ. പിന്നെ വീണ്ടും പോയിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട്, പുറത്ത് വെള്ളവും മറ്റേ എന്താ പറയുക ഈ കായലും അതൊക്കെ കണ്ടിട്ട് അവൾ അവിടെ പോയിരുന്ന് വെള്ളമൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ്. വിൻഡോ സൈഡ് ആകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലോ. പിന്നെ ഐലൻഡിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കിടന്നു പോരാവുന്ന ഒരു സീറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ ഭയങ്കര കംഫർട്ടബിളാണ്. മറ്റേ സീറ്റിംഗ് ആണെങ്കിൽ ഇരിക്കാനൊക്കെ ഭയങ്കര പാടാണ്, കാലൊക്കെ നീട്ടി വയ്ക്കാനും പിന്നെ ഒന്ന് ചമ്രം പണിഞ്ഞിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. ബാക്ക് പെയിൻ എടുത്തൊരു പെരുവോമ്പടം വരെ എത്തുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചാലക്കുടി എത്തുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ച അവശരവും.
അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ മേളിൽ കയറിയതാണ്, ആ കുട്ടീനെ കൂടെ ഏറ്റവും മേളിൽ കയറി. എന്നിട്ട് മേളിൽ കയറി കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ടെൻഷനും, താഴെ വീഴോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കൊണ്ട് ആ കുട്ടി കിടന്നിട്ട് അപ്പ പിടിക്കപ്പ, എനിക്ക് പേടിയപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് കരുനാഗപ്പള്ളിയിൽ നിന്ന് അടുത്ത ഫാമിലി കയറിയപ്പോൾ അവരുടെ 2 കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിലൊന്നും പറയണ്ട, ഭയങ്കര ബഹളവും പുകയായിരുന്നു കേട്ടോ. എന്താ പറയുക, ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ചാലക്കുടി വരെ ഞാൻ ഭയങ്കര ആലുവൊക്കെ കഴിയുന്നവരെ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിരുന്നു. ഇത്രയും പിള്ളേരുള്ളതുകൊണ്ട് അവളും ഭയങ്കര കളിയും മേളമൊക്കെ ആയിരുന്നു. ആലുവൊക്കെ എത്തിപ്പിക്കും ആൾ കിടന്നുറങ്ങി. അത് സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ്. എപ്പം നമ്മൾ ഇറങ്ങേണ്ട ഒരു ടൈം ആകുമ്പോഴേക്കും ആൾ വന്ന് മടിയിൽ കിടന്നുറങ്ങും, നല്ല ഉറക്കമായിരിക്കും. പിന്നെ ഞാൻ വാവേനെ എടുത്ത് ലഗേജൊക്കെ എടുത്ത് വേണം ഇറങ്ങാനായിട്ട്. അപ്പം പിന്നെ അത് ഭയങ്കര ഒരു പാടായിരിക്കും. പിന്നെ എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിനാന്ന് തോന്നുന്നു, എനിക്കെപ്പോഴും ഇതുപോലെ ട്രെയിനും ബസ്സൊക്കെ ഇറങ്ങുമ്പോൾ ആരെങ്കിലും ഇവിടെ ഇറങ്ങാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ നമ്മുടെ ലഗേജൊക്കെ ഇറക്കി താഴെ വെച്ച് തരും. അപ്പം പിന്നെ എനിക്കൊരിക്കലും അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇത്രയും പ്രാവശ്യം ഞാനിപ്പോൾ ഒരു 5-6 വട്ടമായി ഞാനും വാവയും കൂടി തനിച്ച് ട്രാവൽ ചെയ്യുന്നു. അപ്പോഴൊന്നും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് കടങ്ങാൻ വേണ്ടിയിട്ട് ലഗേജ് എടുത്തുകൊണ്ട് അപ്പുറത്തോട്ട് കിടക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള വീഡിയോ. ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും ഇതിലെടുത്തിട്ടില്ല. ട്രെയിനിനുള്ളിൽ വളരെ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നല്ലൊരു കണ്ടൻറ്റുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അധികം വൈകാതെ തന്നെ. അപ്പോൾ ഇതുവരെ എല്ലാവരും തരുന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. ടാറ്റാ, ബൈ ബൈ.